ഇന്ന് നമ്മൾ അരിയൊന്നും കുതിർത്തരക്കാതെ അരിപ്പൊടി കൊണ്ട് ചെയ്യാവുന്ന ഒരു പഞ്ഞി പോലുള്ളൊരു പലഹാരമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മളിത് പച്ചരി കുതിർത്തരച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അരിപ്പൊടി കൊണ്ടും വളരെ സിമ്പിളായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതിലേക്ക് 1 കപ്പ് നമ്മൾ പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കട്ടയൊന്നുമില്ലാതെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതവിടെ 1 കപ്പ് അരിപ്പൊടിയിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ ഇത് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ ഒറ്റയടിക്ക് 1.5 കപ്പ് വെള്ളം ചേർക്കേണ്ട, ഓരോ പൊടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ കുറേശ്ശെ ചേർത്തിട്ട് കട്ടയൊന്നുമില്ലാതെ നമുക്ക് ഈ അരിപ്പൊടി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അരിപ്പൊടി നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ എടുക്കുമ്പോൾ നല്ല വൈറ്റ് കളറിലുള്ള, അടിഭാഗമൊന്നും പെടാതെ വൈറ്റ് കളറിലുള്ള തേങ്ങേനെ എടുക്കാൻ ശ്രദ്ധിക്കുക. 1/4 കപ്പ് ചോറും 4 ഏലക്കയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അരിപ്പൊടിയില്ലേ, അത് നമുക്കിതിലേക്ക് ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഒന്ന് നല്ല പോലെ അരച്ചെടുക്കാം കേട്ടോ. തേങ്ങയും ചോറൊക്കെ നല്ല പോലെ അരഞ്ഞ് കിട്ടുന്ന രീതിയിൽ അരച്ചെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതാ നമ്മളെല്ലാം കൂടെ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലുള്ള ഏലക്കയുടെ ഒരു തൊലിയൊക്കെ എടുത്ത് മാറ്റാം കേട്ടോ. ഇനി നമുക്കിതൊരു 8 മണിക്കൂർ നേരം മാവ് ഒന്ന് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. ഇതാ 8 മണിക്കൂർ കഴിഞ്ഞ് തുറന്നപ്പോഴേക്കും മാവ് ഇതാ നല്ല പോലെ പൊങ്ങി സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ഈ ഒരു സമയത്ത് ചേർക്കണം കേട്ടോ. ഞാൻ ചേർത്തത് വീഡിയോയിൽ മിസ്സായി പോയതാണ്. ഉപ്പ് ചേർത്താൽ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതാ ഇതുപോലൊരു പ്ലേറ്റാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഏതെങ്കിലും ഒരു കേക്ക് ടിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോൾഡോ എന്തെങ്കിലും എടുക്കുക. അതിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് അതിതാ സ്റ്റീമറിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാനിതാ 4 തവി ബാറ്ററാണ് കേട്ടോ ഇതിലേക്ക് ഒഴിക്കുന്നത്. എന്നിട്ട് നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് ആവി കയറ്റി എടുക്കാം. അപ്പോഴേക്കും ഇത് നല്ല പോലെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ എന്താ നമ്മൾ ഉണ്ടാക്കുന്നതെന്നുള്ളത്. നമ്മളിതാ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വട്ടയപ്പം നമ്മൾ സാധാരണ ഉണ്ടാക്കണമെങ്കിൽ പച്ചരി കുതിർക്കണം, എന്നിട്ട് കപ്പി കാച്ചണം, അല്ലെങ്കിൽ അരിപ്പൊടി കൊണ്ടാണെങ്കിലും കപ്പി കാച്ചിയിട്ടൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എന്നാൽ വളരെ സിമ്പിളായിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് ഏകദേശം ഒരു 5 മിനിറ്റ് ആവിയായിട്ട് എടുത്തപ്പോഴേക്കും നമ്മുടെ വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ട് അടുത്ത ബാച്ചും കൂടെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വേറൊരു പാത്രം ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കും ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ട് 4 തവി ബാറ്റർ തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ല പോലെ തണുത്ത് വന്നതിന് ശേഷം നമുക്കിത് ഈ ഒരു പ്ലേറ്റിൽ നിന്നും എടുക്കാം. കൈ വെച്ചിട്ട് ഒന്നങ്ങോട്ട് എടുക്കാവുന്നതുള്ളൂ കേട്ടോ. വളരെ സിമ്പിളാണ്. നമ്മൾ ആദ്യം നെയ്യ് പുരട്ടിയെടുത്തതുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്കിത് ഇതുപോലെ എടുക്കാൻ പറ്റും. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി വട്ടയപ്പാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു സ്നാക്ക് പോലെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കൂടുതൽ പഞ്ചസാരയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര ചേർത്തല്ലോ, അതിന് പകരം ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയൊക്കെ ചേർത്തിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്കിത് കറി കൂട്ടിയിട്ടും കഴിക്കാം കേട്ടോ. നല്ല ചിക്കൻ കറിയുടെ കൂടെയൊക്കെ കഴിക്കാം. ഇതാ ബാക്കിയുള്ള മാവ് വെച്ചിട്ട് ചെറിയ ബൗളിലാക്കിയിട്ടും സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പിന് അരിപ്പൊടി കൊണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.